ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു കബ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ കബ്സേക്കുള്ള സോസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ തക്കാളി വേവിച്ച് അതിൻ്റെ കൂടെ 2 പച്ചമുളകും ചേർത്ത് പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കബ്സേക്കുള്ള അരി ആദ്യം തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുത്തിട്ടാണ് കബ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടിയും കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പല ആൾക്കാരും പല രീതിയിലാണ് കബ്സയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിക്കനൊക്കെ വറുത്തിട്ടാണ് കബ്സ ഉണ്ടാക്കൽ. അപ്പോൾ സൺഫ്ലവർ ഒഴിച്ച് മസാല കൂട്ടി വെച്ച ചിക്കനെ അങ്ങനെ പൊരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിക്കുക. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം സൺഫ്ലവർ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഉണക്കനാരങ്ങയും മാഗി ക്യൂബും ഇട്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഓവറായിട്ട് തീയും കാര്യങ്ങളൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിന് ശേഷം സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിട്ട് കുറേ സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ വറുത്തപ്പോൾ തന്നെ ഏകദേശം ഉപ്പും കാര്യങ്ങളൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. അത് ഏകദേശം ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് കബ്സേൻ്റെ മസാലയും പൊടിക്കാത്ത കുരുമുളകും അങ്ങനെ തന്നെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിച്ചെപ്പും പുതിനയും കൂടി ചേർത്ത് അതും കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഈ നാരങ്ങ ഇങ്ങനെ പൊട്ടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അതിലേക്ക് വരിക. അതൊക്കെ മിക്സ് ആയതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് തക്കാളി സോസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തക്കാളി സോസും ഈ ചിക്കനും എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുക്കണം. അപ്പോൾ അധികം സമയം വേണ്ട, ചിക്കനൊക്കെ നല്ലോണം വെന്ത ചിക്കനാണ്. അപ്പോൾ അതൊക്കെ നല്ലോണം മിക്സ് ആയതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് അതിലേക്ക് ഇടുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ചോറിടുക, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിന, പിന്നെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും സൺഫ്ലവറും കൂടെ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തീ കത്തിച്ച് കൊടുത്താൽ മതി. ഓവറായിട്ട് തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അതിന് ശേഷം ചിക്കനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടാൽ തന്നെ അറിയില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നമ്മളെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.